നമസ്കാരം. ട്രോളന്മാർ ബപ്പു എന്ന് വിളിക്കുന്ന രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷായെയും RSSനെ പൊതുവെയും തന്നെ രാജ്യദ്രോഹികളെന്ന് വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ തിരിച്ച് അതിനൊരു പ്രതികരണമായിട്ട് അദ്ദേഹത്തിന് ഭ്രാന്താണെന്നോ അല്ലെങ്കിൽ അദ്ദേഹം ഇത്രയും അധികം 99 തിരഞ്ഞെടുപ്പ് തോൽവികൾ തുടർച്ചയായി നേരിടേണ്ടി വന്നതിൻ്റെ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നേരിടേണ്ടി വന്നതിൻ്റെ ഒരു നിരാശ പ്രകടിപ്പിക്കുകയാണെന്നോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്വന്തം ജന്മാവകാശം എന്ന് അദ്ദേഹം കരുതി വളർന്നു വന്ന പ്രധാനമന്ത്രി പദം ഇപ്പോഴും ഭാവി പ്രധാനമന്ത്രിയായി തുടർന്ന് കൊതിയോടെ നോക്കിക്കാണേണ്ട ഒരു അവസ്ഥ വന്നതിൻ്റെ ഒരു അമർഷമോ നിരാശയോ ഒന്നുമാണെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇതിനൊരു മറുവശമുണ്ട്. കാരണം ഇത്തരത്തിലൊരു വലിയ പ്രസ്താവന, ഇത്തരത്തിലൊരു വലിയ ഗഹനമായ പ്രസ്താവന രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് നടത്തുമ്പോൾ ചരിത്രമൊന്ന് പരിശോധിക്കേണ്ട ഒരു ആവശ്യകതയുണ്ട്. ചരിത്രത്തിൻ്റെ ഒരു ആവശ്യകത എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, ആരാണ് ശരിക്കും യഥാർത്ഥത്തിൽ രാജ്യദ്രോഹികൾ? അടിസ്ഥാനപരമായിട്ട് വളരെ നിസ്സാരമാണ്. ഒരു സമീപകാലമായിട്ട് നമ്മുടെ മുൻപിൽ വാർത്തകളിൽ വന്ന കാര്യങ്ങൾ മാത്രം പരിശോധിച്ചാൽ ചില കാര്യങ്ങൾ വ്യക്തമാവും. അതിനും അപ്പുറത്തേക്ക് നമുക്ക് ചരിത്രത്തിലേക്കും ഒന്ന് പോകാം. ഒരു ഹ്രസ്വമായ ഒരു പരിശോധന നമുക്കൊന്ന് നടത്തി നോക്കാം. ഗാൽവാനിൽ ചൈനയുമായിട്ട് നമ്മുടെ സൈനികർ ഒരു സ്റ്റാൻഡ് ഓഫ് എന്ന് പറയാവുന്ന തരത്തിലൊരു സംഘർഷാവസ്ഥ നിലനിന്നിരുന്ന അവസ്ഥയിൽ ചൈനയുടെ നയതന്ത്ര പ്രതിനിധികളുമായി രഹസ്യ അത്താഴ വിരുന്നിന് പോയ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവാണോ രാജ്യദ്രോഹി, അതോ ചൈനയെ നേരിടുവാൻ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്ത് നിങ്ങൾക്ക് ഉചിതമായ രീതിയിൽ അവരെ കൈകാര്യം ചെയ്തോളൂ എന്ന് സ്വാതന്ത്ര്യം നൽകിയ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണോ രാജ്യദ്രോഹി? ചൈനയുടെ കാര്യം തന്നെ എടുത്തു കഴിഞ്ഞാൽ ചൈനയുമായിട്ടൊരു സീക്രട്ട് മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ചൈനയിൽ പോയി യാതൊരു പദവിയും ഇല്ലാത്ത ഒരു വേളയിൽ UPA സർക്കാരിൻ്റെ കാലത്ത് ചൈനയുമായിട്ട് അത്തരത്തിലൊരു കരാറിൽ ഒപ്പിട്ട ആ കരാറിൻ്റെ വ്യവസ്ഥകൾ എന്തായിരുന്നു ആ കരാറിൻ്റെ ഒരു ഘടന എന്തായിരുന്നു, അതിൻ്റെ ഒരു ഉള്ളടക്കമെന്ന് പോലും വെളിപ്പെടുത്തുവാൻ ഇന്നും തയ്യാറാകാത്ത രാഹുൽ ഗാന്ധിയാണോ, അതോ ചൈനയുടെ കാര്യത്തിൽ വ്യാപാര, സാങ്കേതിക, സൈനിക മേഖലകളിൽ യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്കും ഇന്നോളം തയ്യാറാവാത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണോ രാജ്യദ്രോഹി? പ്രേക്ഷകർക്ക് തീരുമാനിക്കാം. ഒപ്പം കോൺഗ്രസ്സുകാരും ഇതിനെക്കുറിച്ചൊന്ന് ഗഹനമായി ചിന്തിക്കണം. ഒപ്പം നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ മറ്റ് നടപടികൾ പരിശോധിച്ചാൽ വ്യാജ ആരോപണങ്ങൾ, അതായത് ജനറൽ നരവനെയുടെ പുറത്തിറങ്ങാത്ത പുസ്തകം ഉയർത്തിക്കാട്ടി ഇത്തരത്തിൽ ചൈനയുമായിട്ടുള്ള സംഘർഷ സമയത്ത് സൈന്യത്തിനെ രാഷ്ട്രീയ നേതൃത്വം ഏതാണ്ട് ഉപേക്ഷിച്ച അവസ്ഥയിലായിരുന്നു എന്നുള്ള നുണ എന്നുള്ളത് രാജ്യദ്രോഹപരമായിട്ടുള്ള നുണ ലോക്സഭയിൽ വിളിച്ച് പറഞ്ഞ രാഹുൽ ഗാന്ധിയാണോ രാജ്യദ്രോഹി, അതോ സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയെന്ന് ഇത് ഞാൻ പറഞ്ഞതല്ല, ജനറൽ നരവനെ തന്നെ പറയുന്നതാണ്. സൈന്യത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി ചൈനയെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യുവാൻ അഴിച്ചുവിട്ട് ഒടുവിൽ 1 ഇഞ്ച് ഭൂമി പോലും നഷ്ടപ്പെടാതെ എന്നാൽ നമുക്കൊരു മേൽക്കൈയുള്ള നിലയിൽ ആ സംഘർഷം അവസാനിപ്പിക്കുവാൻ തീരുമാനമെടുത്ത പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയും അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിലുള്ള ആഭ്യന്തരമന്ത്രിയാണെങ്കിലും അമിത്ഷാ ആണെങ്കിലും പ്രതിരോധ മന്ത്രി ശ്രീ രാജ്നാഥ് സിംഗ് ആണെങ്കിലും അവരാണോ രാജ്യദ്രോഹികൾ? ആരാണ് രാജ്യദ്രോഹികളെന്ന് പ്രേക്ഷകർക്ക് തീരുമാനിക്കാം. ഇനി ഒരല്പം ചരിത്രത്തിലേക്ക് പോകാം. തൽക്കാലം രാഹുൽ ഗാന്ധിയെ അവിടെ ഒന്ന് നിർത്തി നമുക്കൊന്ന് ചരിത്രത്തിലേക്ക് പോയാൽ രാഹുൽ ഗാന്ധിയുടെ പിതാവ് രാജീവ് ഗാന്ധി ഗലി ഗലി മേ ഷോർ ഹെ രാജീവ് ഗാന്ധി ചോർ ഹെ എന്നുള്ള മുദ്രാവാക്യം ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം അലയടിച്ചത് എന്തിനായിരുന്നു? ബോഫോഴ്സ് എന്ന ആയുധ ഇടപാടിൻ്റെ പേരിൽ കമ്മീഷൻ വാങ്ങി ഖത്രോച്ചി ഉൾപ്പെടെയുള്ള ഇറ്റലിക്കാരുമായിട്ട്, വീണ്ടും പറയുന്നു ഇറ്റലിക്കാരുമായിട്ട് ഉള്ള ഇടപാടിൽ അവരെ ഇടനിലക്കാരാക്കി വലിയ തോതിൽ കമ്മീഷൻ തുക കൈപ്പറ്റി എന്നുള്ള ഒരു ചീത്തപ്പേര് ഉണ്ടാക്കിയത് നരേന്ദ്രമോദിയോ നരേന്ദ്രമോദിയുടെ അച്ഛൻ ദാമോദർ ദാസ് മോദിയോ അല്ല, രാഹുൽ ഗാന്ധിയുടെ പിതാവ് രാജീവ് ഗാന്ധിയാണ്. അതുകൊണ്ട് തന്നെയാണ് എല്ലാ തെരുവുകളിലും വലിയ ഒച്ചപ്പാടുണ്ടാകുന്നു, രാജീവ് ഗാന്ധി കള്ളനാണ് എന്നുള്ള രീതിയിൽ ഗലി ഗലി മേ ഷോർ ഹെ രാജീവ് ഗാന്ധി ചോർ ഹെ. രാഹുൽ ഗാന്ധി ചോർ ഹെ എന്ന് പറഞ്ഞാലും വലിയ തെറ്റില്ലാന്ന് തോന്നുന്നു. എന്നാലും അദ്ദേഹം പ്രധാനമന്ത്രി പദത്തിൽ ഇതുവരെ എത്താത്തതുകൊണ്ട് ഭാരതത്തിൻ്റെ ഭാഗ്യവശാൽ അങ്ങനെ ഒരു മുദ്രാവാക്യം അദ്ദേഹം കേൾക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ അല്ലാത്ത രീതിയിൽ കള്ളനാണെന്നുള്ളത് ഇപ്പോൾ തന്നെ പറഞ്ഞല്ലോ. ഇനി രാജീവ് ഗാന്ധിയിലേക്ക് തിരികെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ബോഫോഴ്സ് ഇടപാട് നിൽക്കട്ടെ, അതൊരു അഴിമതി എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു നിമിഷത്തേക്ക് മാറ്റിവെക്കാം. കാരണം അഴിമതി, കോൺഗ്രസ്, ഇത് രണ്ടും പരസ്പര പൂരകങ്ങളായ 2 വാക്കുകളാണല്ലോ.
അതുകൊണ്ട് തന്നെ അതൊന്ന് മാറ്റിവെച്ചിട്ട് നമുക്ക് ശ്രീലങ്കയിലേക്കൊന്ന് കണ്ണോടിച്ചാൽ LTT പ്രശ്നത്തിൽ ശ്രീലങ്കയിൽ അനാവശ്യമായി തലയിട്ട് എത്രത്തോളം നമ്മുടെ സൈനികരെ അവിടെ കുരുതി കൊടുക്കാമോ അത്രത്തോളം കുരുതി കൊടുത്തത് ആരാണ്? പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അല്ല, അത് രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ രാജീവ് ഗാന്ധിയാണ്. ആ കുരുതി കൊടുത്തു എന്ന് ഞാൻ പറയുന്നത് ആ സംഘർഷത്തിൽ ഭാരതത്തിന് ഇടപെടേണ്ട കാര്യമുണ്ടായിരുന്നു, തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. പക്ഷേ ആ പീസ് കീപ്പിംഗ് ഫോഴ്സ് IPKF എന്നുള്ള ഒരു സൈനിക ഘടകത്തെ ശ്രീലങ്കയിലേക്ക് അയച്ച രാജീവ് ഗാന്ധിയുടെ നടപടിയിലുണ്ടായ ചില നയപരമായിട്ടുള്ള പിഴവുകളെന്നല്ല മണ്ടത്തരങ്ങളാണ് അത്രയും വലിയൊരു കുരുതിക്കളമായി ഭാരത സൈന്യത്തെ സംബന്ധിച്ച് ശ്രീലങ്കൻ കാടുകൾ, കൊളംബോയിലെയും ജാഫ്നയിലെയും കാടുകളും തെരുവോരങ്ങളും മാറിയതിൻ്റെ പ്രധാന കാരണം. ജയവർദ്ധനെ ഒരുക്കിയൊരു കുരുക്കിലേക്ക് പ്രഭാകരനെ പോലുള്ളൊരു ഭീകരവാദിയെ എടുക്കേണ്ട ഒരു ഘട്ടത്തിൽ വിശ്വാസത്തിലെടുക്കാതെ ഏകപക്ഷീയമായൊരു തീരുമാനം സൈനിക വിദഗ്ധരോടോ രാജ്യാന്തര രാഷ്ട്രീയത്തിൽ പ്രാഗൽഭ്യമുള്ളവരോടോ ഒന്നും ആലോചിക്കാതെ സ്വമേധയാ എടുത്തൊരു തീരുമാനത്തിൻ്റെ ഫലമായി എത്രായിരം സൈനികരാണ്, നമ്മുടെ ഭാരതത്തിൻ്റെ സൈനികരാണ് ശ്രീലങ്കയിൽ അനാവശ്യമായി കുരുതി നൽകപ്പെട്ടത്. അതിൻ്റെ പേരിൽ രാജീവ് ഗാന്ധിക്ക് ജീവൻ പോലും നഷ്ടപ്പെട്ടു. അത് സ്വയം കൃതാനർത്ഥമാണ്. എന്നാൽ പോലും രാജ്യത്തിൻ്റെ ഒരു പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രധാനമന്ത്രിയായിരുന്നൊരു വ്യക്തി നമ്മുടെ മണ്ണിൽ വെച്ച്, നമ്മുടെ രാജ്യത്തിൻ്റെ മണ്ണിൽ വെച്ചൊരു ഭീകരവാദികളാൽ വധിക്കപ്പെടുക എന്ന് പറയുന്നത് ഭാരതീയനെ സംബന്ധിച്ച് ആ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തിയുടെ രാഷ്ട്രീയം എന്തോ ആയിക്കൊള്ളട്ടെ, ആ വ്യക്തിയുടെ സ്വഭാവം എന്തോ ആയിക്കോട്ടെ, വ്യക്തിപരമായിട്ട് എത്രത്തോളം കളങ്കം ആ വ്യക്തിയിൽ ഉണ്ടാവട്ടെ, പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്നൊരു വ്യക്തിയാണ്. ആ വ്യക്തി നമ്മുടെ രാജ്യത്തിൻ്റെ മണ്ണിൽ വെച്ച് വധിക്കപ്പെടുമ്പോൾ അത് രാജ്യത്തിൻ്റെ അപമാനമാണ്. അത്തരത്തിലൊരു അപമാനത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ ഉരുവാക്കിയെടുത്തത് ആരാണ്? ആ രാജ്യദ്രോഹി ആരാണ്? രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ രാജീവ് ഗാന്ധി തന്നെയാണ്. ഇനി രാജീവ് ഗാന്ധിയും വിട്ട് നമ്മൾ കുറച്ചുകൂടി പിന്നോട്ട് പോയാൽ എത്തി നിൽക്കുന്നത് ഇന്ദിരാഗാന്ധിയിലാണ്, രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശിയിൽ. ഒരു കാര്യം മാത്രം എടുത്താൽ മതി. 1971 ബംഗ്ലാദേശ് രൂപീകരിക്കുവാൻ വേണ്ടി നടന്ന യുദ്ധം, ഈസ്റ്റ് പാകിസ്ഥാനെ ബംഗ്ലാദേശ് ആക്കിയ യുദ്ധം, ഫീൽഡ് മാർഷൽ മനേക്ഷ മുൻപിൽ നിന്ന് നയിച്ച യുദ്ധം, ഇന്ദിരാഗാന്ധിയുടെ മഹത്വമായി ഇന്നും കോൺഗ്രസ്സുകാർ വാഴ്ത്തപ്പെടുന്ന യുദ്ധം. ആ യുദ്ധത്തിൻ്റെ പര്യവസാനത്തിൽ 93,000-ഓളം പാകിസ്ഥാൻ പട്ടാളക്കാർ ഭാരതത്തിൻ്റെ തടവുകാരായിരുന്നു. അത്രയും വലിയ ഒരു പ്രിസണർ ഓഫ് വാർ, യുദ്ധത്തടവുകാരെ ഒരു യുദ്ധത്തിൽ പിടിച്ച സംഭവങ്ങൾ മുൻപ് കേട്ടിട്ടില്ല, പിന്നീടൊട്ടുണ്ടായിട്ടുമില്ല. അത്തരത്തിലൊരു മേൽക്കൈ ഭാരതത്തിനുണ്ടായിരുന്നപ്പോൾ പാക് അധിനിവേശ കാശ്മീർ ഉൾപ്പെടെയുള്ള എന്തും നമുക്ക് വിലപേശി വാങ്ങാമായിരുന്നു. ലാഹോറിൽ നമ്മുടെ ഒരു അല്ലെങ്കിൽ കറാച്ചിയിലോ ഇസ്ലാമാബാദിലോ നമ്മുടെ ഒരു പാവ ഭരണകൂടത്തെ സ്ഥാപിക്കാമായിരുന്നു. ഇത്രയും വലിയ നേട്ടങ്ങളെല്ലാം മാറ്റിവെക്കൂ. 54 ഇന്ത്യൻ പട്ടാളക്കാർ ഇപ്പോഴും അവരെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. 93,000 പട്ടാളക്കാർക്ക് പകരം ആ 54 പട്ടാളക്കാരെ വിട്ടുകിട്ടണം എന്ന് തീർത്ത് പറഞ്ഞിരുന്നെങ്കിൽ അവരെ വീട്ടിൽ കൊണ്ടുവന്ന് നൽകിയേനെ. അതിന് ഇന്ദിരാഗാന്ധി തയ്യാറായില്ല. നമ്മൾ പൂർണ്ണമായും മേൽക്കൈ നേടിയൊരു യുദ്ധത്തിൽ അവസാനം അത് ഒന്നുമല്ലാതാക്കി ബംഗ്ലാദേശ് എന്നുള്ള ഒരു നിത്യശല്യത്തെ സ്ഥാപിച്ചു എന്നുള്ളതൊഴികെ മറ്റ് യാതൊരു പ്രയോജനവുമില്ലാതെ സുൽഫിക്കർ അലി ഭൂട്ടോയുമായി നടത്തിയ അടച്ച മുറിയിലെ ചർച്ചകൾക്ക് ശേഷം ഭാരതത്തിന് ദോഷകരമായിട്ടുള്ള കരാർ ഒപ്പിട്ട രാജ്യദ്രോഹി ആരാണ്? പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി അല്ല, രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശി ശ്രീമതി ഇന്ദിരാഗാന്ധിയാണ്. ഖാലിസ്ഥാൻ ഭീകരവാദികളെ രാജ്യത്ത് ചെല്ലും ചെലവും കൊടുത്ത് വളർത്തി LTTയുടെ കാര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ പിതാവ് ചെയ്തതുപോലെ തന്നെ ഖാലിസ്ഥാൻ ഭീകരവാദികളുടെ കാര്യത്തിൽ രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശിയും അത്തരത്തിലുള്ള സമാനമായ നടപടികൾ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി കൈക്കൊണ്ടിട്ടുണ്ട്. പഞ്ചാബിലെ രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടി. ഒടുവിൽ അത് അവർക്ക് തന്നെ ദോഷകരമായി ഭവിച്ചു, രാജ്യത്തിനും ദോഷകരമായി ഭവിച്ചു. അത്തരത്തിലുള്ള രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ ചെയ്തത് ആരാണ്? ഇത്തരത്തിൽ ഉള്ള പ്രവർത്തനങ്ങളെല്ലാം നമുക്കൊന്ന് വീണ്ടും മാറ്റിവെച്ച് വീണ്ടും ചരിത്രത്തിൽ പിന്നോട്ട് പോയാൽ രാഹുൽ ഗാന്ധിയുടെ മുതുമുത്തച്ഛൻ ശ്രീ ജവഹർലാൽ നെഹ്റുവിലായിരിക്കും നാം എത്തി നിൽക്കുന്നത്. ഭാരതത്തിൻ്റെ ആദ്യ പ്രധാനമന്ത്രി, സ്വതന്ത്ര ഭാരതത്തിൻ്റെ ആദ്യ പ്രധാനമന്ത്രി എന്നുള്ള കീർത്തി സർദാർ വല്ലഭായ് പട്ടേലിൽ നിന്നും അതിനു മുൻപ് ആ പദത്തിന് യഥാർത്ഥത്തിൽ യോഗ്യനായിരുന്ന നേതാജി സുഭാഷ് ചന്ദ്രബോസിൽ നിന്നും ചതിയിലൂടെ തട്ടിയെടുത്ത ശ്രീ ജവഹർലാൽ നെഹ്റുവിൽ. അദ്ദേഹത്തിൻ്റെ കാര്യമൊന്ന് പരിശോധിച്ചാൽ ചൈനയ്ക്ക് ഭാരതത്തിന് ലഭിക്കേണ്ടിയിരുന്ന ഐക്യരാഷ്ട്രസഭയിലെ സ്ഥിരാംഗത്വം ചൈനയ്ക്ക് വിട്ടുകൊടുത്ത മഹാമനസ്കത നരേന്ദ്രമോദി അല്ല കാണിച്ചത്. അതൊടുവിൽ ഭാരതത്തിന് ദോഷമായി മാറി. ഇന്ത്യ ചീനി ഭായ് ഭായ് എന്നുള്ളൊരു വരട്ട് തത്വവാദം ചൈനയെ സുഖിപ്പിക്കുവാൻ വേണ്ടി നിരന്തരം ഉച്ചരിച്ചുകൊണ്ട് നടന്നൊടുവിൽ ചൈനയുമായിട്ടുള്ള യുദ്ധത്തിൽ ഭാരതത്തിന് വലിയ നാണക്കേട്, തീർത്താൽ തീരാത്ത നാണക്കേട് ഉണ്ടാക്കിയെടുത്തത് ആരാണ്? നരേന്ദ്രമോദി അല്ല.
അക്സായ് ചിൻ തുടങ്ങിയ പ്രദേശങ്ങൾ 30,000 സ്ക്വയർ കിലോമീറ്ററിന് മേലുള്ള ഭാരതത്തിൻ്റെ ഭൂപ്രദേശങ്ങൾ ചൈന കൈയടക്കുവാൻ ഇടയാക്കിയതാരാണ്? ആ രാജ്യദ്രോഹി നരേന്ദ്രമോദി അല്ല, ശ്രീ ജവഹർലാൽ നെഹ്റു തന്നെയാണ്. ഇത്രയും ചരിത്രം ഞാനൊന്ന് ചുരുക്കി പറഞ്ഞത് മറ്റൊരു കാര്യം കൂടി ഓർമ്മിക്കാനാണ്. ചൈനയിൽ കൊണ്ട് നിർത്തിയത് മനഃപൂർവ്വം തന്നെയാണ്. ചൈനയ്ക്കെതിരെയുള്ളൊരു പ്രതിരോധ സംവിധാനമായി ചൈനയ്ക്കെതിരെ ഇന്ന് 1960കളിലെ ഭാരതമല്ല ഇന്നത്തെ ഭാരതമെന്ന് ഗാൽവാനിലും ഡോക്ലാമിലുമെല്ലാം ഭാരതീയ സൈന്യത്തെ ബോധ്യപ്പെടുത്താൻ സഹായിച്ച ശക്തമായൊരു രാഷ്ട്രീയ നേതൃത്വമാണ് ശ്രീ നരേന്ദ്രമോദിയുടെ കീഴിൽ ഇന്ന് ഭാരതത്തിലുള്ളത്. അതിൻ്റെ ഒരു തുടർ നടപടികളായി ഗ്രേറ്റർ നിക്കോബാർ പ്രോജക്റ്റ് വഴി ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഭാരത സൈന്യത്തിൻ്റെ അല്ലെങ്കിൽ ഭാരത നാവികസേനയുടെ ആധിപത്യം പരിപൂർണമാക്കുവാൻ വേണ്ടി ഗ്രേറ്റർ നിക്കോബാർ പ്രോജക്റ്റ് നടപ്പാക്കുവാൻ നരേന്ദ്രമോദി തീരുമാനിക്കുമ്പോൾ അവിടെ ചെന്ന് മരത്തിനെ കെട്ടിപ്പിടിച്ച് അയ്യോ മരം വെട്ടരുതേ, കാടവിടെ മക്കളെ, കാട്ടുപൂഞ്ചോലയുടെ കൂളിരവിടെ മക്കളെ എന്ന് ഹിന്ദിയിൽ പാട്ട് പാടാൻ ശ്രമിക്കുന്ന, എന്നാൽ ഇറ്റലിയിൽ പാട്ട് പാടിപ്പോകുന്ന രാജ്യദ്രോഹി ആരാണ്? അത് ശ്രീ നരേന്ദ്രമോദി അല്ല, ശ്രീ രാഹുൽ ഗാന്ധി തന്നെയാണ്. അടിസ്ഥാനപരമായി ചൈനയുടെ ഒരു കളിപ്പാവയായി നിരന്തരം സ്വയം വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, ജോർജ് സൊറോസിൻ്റെയും കൂടി കളിപ്പാവയാകുന്ന, പലരുടെ കളിപ്പാവയായി ഒരേ സമയം നിലകൊള്ളുന്ന, എന്നാൽ ഭാരതത്തിന് വേണ്ടി ഒരു നിമിഷം പോലും ഒരു മാത്ര പോലും നിലകൊള്ളാത്ത രാജ്യദ്രോഹി ശ്രീ നരേന്ദ്രമോദി അല്ല, ശ്രീ അമിത്ഷാ അല്ല, അത് RSSകാരല്ല. അതാരാണെന്നുള്ളത് കോൺഗ്രസ്സുകാർ ഒരു സ്വയം വിമർശനമെന്ന വണ്ണം ചിന്തിക്കുക. രാഹുൽ ഗാന്ധി ഒരിക്കലും അത് ചിന്തിക്കുവാൻ പോകുന്നില്ല. വ്യാജ ഗാന്ധി കുടുംബവും ചിന്തിക്കുവാൻ പോകുന്നില്ല. കാരണം ഈ രാജ്യദ്രോഹം എന്നുള്ളത് അവരുടെ രക്തത്തിൽ അലിഞ്ഞത് ചേർന്ന് പോയൊരു പ്രവൃത്തിയോ അല്ലെങ്കിൽ ഒരു സ്വഭാവമോ ആണ്. ആ സ്വഭാവം അവരെന്തുകൊണ്ട് കൈക്കൊള്ളുന്നു അല്ലെങ്കിൽ കൊണ്ട് നടക്കുന്നു എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. രാഷ്ട്രീയത്തിൽ എന്നതുപോലെ തങ്ങളുടെ മൂക്കിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും കാണുവാൻ അവർ തയ്യാറല്ല. തങ്ങളുടെ പ്രയോജനം എല്ലാം ഞങ്ങൾക്ക് വേണ്ടി, അവർക്ക് സുഖിക്കുവാൻ, അവർക്ക് അധികാരത്തിലിരിക്കുവാൻ, അതിനുവേണ്ടി അവരെന്തും ചെയ്യും. എന്ത് രാജ്യദ്രോഹ പ്രവർത്തനവും നടത്തും. അത് മറയ്ക്കുവാനായി രാജ്യത്തെ പ്രധാനമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും എന്തിന് വേണ്ടി വന്നാൽ രാജ്യത്തെ ന്യായാധിപന്മാരെയും എല്ലാം, രാഷ്ട്രപതിയെ തന്നെ രാജ്യദ്രോഹി എന്ന് വിളിച്ചെന്ന് വരാം. അത്തരത്തിലൊരു പ്രവൃത്തി രാഹുൽ ഗാന്ധിയിൽ നിന്നുണ്ടായാലും അത്ഭുതപ്പെടേണ്ടതില്ല. എന്തായാലും ഒരു കാര്യം തീർത്തു പറയാം, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയോ ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷായോ RSSോ അല്ല രാജ്യദ്രോഹികൾ. വ്യാജ ഗാന്ധി കുടുംബത്തിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ നിരവധി രാജ്യദ്രോഹികളുടെ ഒരു നീണ്ട നിര ചരിത്രത്തിൻ്റെ ഇരുളടഞ്ഞ മൂലകളിലേക്ക് നീണ്ടു കിടക്കുന്നത് ഭാരതീയർക്ക് കാണുവാൻ സാധിക്കും. ഇന്ന് ഭാരതീയർ അത് കണ്ടു തുടങ്ങി. നേരത്തെ അത് ഇരുളടച്ച് മറച്ചു പിടിക്കുവാൻ അല്ലെങ്കിൽ ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കുവാൻ ശ്രമിക്കുക എന്നുള്ള പോലെ കുറേ കാലം മറച്ചു പിടിക്കുന്നതിൽ കോൺഗ്രസ് വിജയിച്ചിരുന്നു. ഇന്ന് ആ ഇരുൾ മാറുകയാണ്. ഭാരതീയർ യഥാർത്ഥ രാജ്യദ്രോഹികളെ തിരിച്ചറിയുകയാണ്. ഇത് സംബന്ധിച്ചുള്ള പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണെന്നുള്ള, ആരാണ് യഥാർത്ഥ രാജ്യദ്രോഹി എന്നത് സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ രേഖപ്പെടുത്തുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.